ഡെനിസ് വില്ലന്യൂസ് സംവിധാനം ചെയ്ത അതിഗംഭീര സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഡ്യൂൺ. 2 ഭാഗങ്ങളായിട്ടാണ് ഡ്യൂൺ എന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയത്. ഈ ചലച്ചിത്രത്തിൻ്റെ 2ാം ഭാഗം റിലീസാകുന്നത് ഈ അടുത്താണ്. 1ഉം 2ഉം ഭാഗങ്ങൾ ഒന്നിനോടൊന്ന് കിടപിടിക്കും വിധം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. ഉദ്വേഗജനകമായ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തിമോത്തി ഷലാമെ, സെൻഡായ എന്നിവരാണ്. അരാക്കിസ് എന്ന സാങ്കല്പിക ഗ്രഹത്തിലാണ് പ്രധാനമായും ഡ്യൂൺ എന്ന സിനിമയുടെ കഥ നടക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂപ്രദേശങ്ങളാണ് അരാക്കിസിൽ ഏറെയുമുള്ളത്. ഈ മരുഭൂപ്രദേശങ്ങളിൽ അതിജീവിക്കുന്ന അരാക്കിസിലെ തനത് ജനവിഭാഗം അറിയപ്പെടുന്നത് ഫ്രമൻ എന്ന പേരിലാണ്. അരാക്കിസിലെ മരുഭൂപ്രദേശങ്ങളുടെ അഗാധതയിൽ വമ്പൻ സാൻഡ് വേംസ് അഥവാ മണൽ പുഴുക്കൾ ജീവിക്കുന്നുണ്ട്. ഒരു പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ അത്രയും വലിപ്പമുള്ള, വായ നിറയെ കൂർത്ത മൂർച്ചയുള്ള പല്ലുകളുള്ള ജീവിയാണ് സാൻഡ് വേം. ഡ്യൂൺ സിനിമയിലെ സാൻഡ് വേമുകൾക്ക് ഏകദേശം 450 മീറ്റർ നീളവും വലിയൊരു നീലത്തിമിംഗലത്തിൻ്റെ 15 ഇരട്ടി വലുപ്പവും ഉണ്ട്. സാൻഡ് വേമുകളുടെ കൊഴിഞ്ഞു വീഴുന്ന കൂർത്ത പല്ലുകൾ ഫ്രമൻസിൻ്റെ പ്രധാനപ്പെട്ട ആയുധമാണ്. മാത്രമല്ല, സാൻഡ് വേമുകളുടെ പുറത്തു കയറി അവറ്റകളെ കുതിരയോടിക്കുന്ന ലാഘവത്തോടെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകാൻ ഫ്രമൻസിന് കഴിയും. ഇത്തരം സാൻഡ് വേമുകൾ അരാക്കിസിലെ മണലിൽ ചുരത്തുന്ന വിശിഷ്ട വസ്തുവാണ് സ്പൈസ്. വളരെയധികം അഡിക്റ്റീവായ ഒരു സൈക്കോ ആക്റ്റീവ് ഡ്രഗാണ് സ്പൈസ്. പ്രപഞ്ചത്തിൽ സുരക്ഷിതമായി പര്യവേക്ഷണങ്ങൾ നടത്താൻ സ്പൈസ് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള സ്പൈസിൻ്റെ സൈഡ് എഫക്റ്റ് അഥവാ പാർശ്വഫലം കാരണം ഫ്രമൻസിൻ്റെ കണ്ണുകൾക്ക് നീല നിറം ലഭിച്ചു. ഇത്രയൊക്കെ സവിശേഷതകളുള്ള സ്പൈസ് തേടി അന്യഗ്രഹങ്ങളിൽ നിന്നുവരെ ആളുകൾ അരാക്കിസിലേക്ക് എത്തിത്തുടങ്ങി. അവർ അളവിലധികം സ്പൈസ് അരാക്കിസിൽ നിന്നും ഖനനം ചെയ്തെടുത്തു. അതിനോടൊപ്പം ഫ്രമൻസിനെ ക്രൂരമായി ഉപദ്രവിച്ചു. സ്പൈസിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടത്തി. യഥാർത്ഥത്തിലുള്ള സാൻഡ് വേമുകൾ ഡ്യൂൺ എന്ന സിനിമയിൽ പ്രതിപാദിക്കുന്നത് പോലെ അത്ര ഖടാഖടിയന്മാരൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള സാൻഡ് വേമുകൾക്ക് ഏതാനും മീറ്ററുകൾ മാത്രമാണ് വലുപ്പം. അനലിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഇത്തരം വേമുകളിൽ കൂടുതൽ പേരും കടലിൽ ജീവിക്കുന്നവരാണ്. യൂനിസിഡ് വേംസ്, ബ്രിസിൽ വേംസ് എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. ഇവരുടെ താടിയുടെ ഭാഗത്തിന് വലിപ്പം കൂടുതലാണ്. 1990കളിൽ റിലീസായ ട്രമേഴ്സ് എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഗ്രബോയിഡ്സ് എന്ന വേമുകളോട് ഇവർക്ക് രൂപസാദൃശ്യമുണ്ട്. ഇവരുടെ ഇരപിടുത്തം രസകരമാണ്. ഇരയുടെ വരവും കാത്ത് കടൽ തട്ടിലെ മണലിനോട് പറ്റിച്ചേർന്ന് ഇവർ അനങ്ങാതെയിരിക്കും. ഇരയെടുത്തു വന്നാലുടനെ ചാടി വീണ് പിടികൂടി ഭക്ഷണമാക്കും. മണലിനോട് സാദൃശ്യമുള്ള നിറമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇക്കൂട്ടരെ ആർക്കും തിരിച്ചറിയാനാവില്ല. ഇത്തരം ജീവിത രീതി പ്രകടിപ്പിക്കുന്ന ഇരപിടിയന്മാരെ അംബ്യുഷ് പ്രെഡേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒക്ടോപ്പസ് അഥവാ ചെറുനീരാളികളും സ്ക്വിഡ് അഥവാ കണവകളും മറ്റു ചില ജീവികളുമാണ് ഇവരുടെ പ്രധാന മെനു. 3 മീറ്ററോളം നീളം വയ്ക്കുന്ന ഇത്തരത്തിലുള്ളൊരു സാൻഡ് വേമാണ് ബോബിറ്റ് വേം. യൂനിസ് എഫ്രോഡിറ്റോയിസ് എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. മണ്ണിരകളും അനലിഡ് വിഭാഗത്തിൽപ്പെടുന്ന വേമുകളാണ്. 2 മീറ്ററോളം നീളം വയ്ക്കുന്ന ഒരിനം മണ്ണിരയുണ്ട്. മെഗാസ്കൊളൈഡ്സ് എന്ന് അവ അറിയപ്പെടുന്നു. ഇത്തരം വലുപ്പമേറിയ മണ്ണിരകളെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിരകൾ ചെയ്യുന്നത് പോലെ കടലിൻ്റെ അടിത്തട്ടിലുള്ള മണൽ ഉഴുതുമറിച്ച് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും സാൻഡ് വേമുകൾ സഹായിക്കാറുണ്ട്. ഡ്യൂൺ സിനിമയിലെ സാൻഡ് വേമുകളെപ്പോലെ യഥാർത്ഥത്തിലുള്ള വേമുകൾക്ക് പല്ലുകളുണ്ടോ? പ്രയാപൂളിഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന വേമുകൾക്ക് പല്ലുകളുണ്ട്. ഡ്യൂൺ സിനിമയിലെ സാൻഡ് വേമുകൾക്ക് മണലിലുണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും തിരിച്ചറിഞ്ഞ് മണലിന് മുകളിലേക്ക് വരാൻ സാധിക്കും. മണലിൽ ചലനം സൃഷ്ടിക്കുന്ന ജീവികളെ ഇത്തരത്തിൽ അവ അപ്പാടെ വിഴുങ്ങിക്കളയും. തമ്പർ എന്ന ഉപകരണം ഉപയോഗിച്ച് മണലിന് മുകളിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കിയാണ് ഫ്രിമൻസ് സാൻഡ് വേമുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതുപോലെ മണ്ണിരകൾക്കും ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന വൈബ്രേഷൻസിനെ മനസ്സിലാക്കി മണ്ണിന് വെളിയിലേക്ക് വരാൻ സാധിക്കും. ചില പക്ഷികൾ ഇത്തരത്തിൽ മണ്ണിന് മുകളിൽ വൈബ്രേഷൻ ഉണ്ടാക്കി മണ്ണിരയെ പിടിക്കാറുണ്ട്. സീഗള്ളുകൾ ഒരു ഉദാഹരണമാണ്.